ആരോഗ്യമേഖല നമ്പർ 1 കേരളത്തിലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വാതോരാതെ പറയുന്നുണ്ട്. പക്ഷേ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അനാസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് പലവട്ടം അനുഭവവേദ്യമായിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷേ ഇത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. വേണു 5 ദിവസമാണ് ഒരു ആൻജിയോഗ്രാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്. അവസാനം 5ൻ്റെ അന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അതിനു മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് 2 ദിവസത്തിന് മുമ്പ് അദ്ദേഹം ഒരു ഓഡിയോ ക്ലിപ്പ് അയക്കുന്നുണ്ട്. ഇവിടം മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരും കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് പോലും ലഭിക്കുന്നില്ല. എനിക്കെന്നല്ല, ഇവിടെ കിടക്കുന്ന മിക്കവർക്കും അതിലൊരാളായതുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് പറഞ്ഞിട്ട്, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇതെൻ്റെ മരണമൊഴിയായി കണക്കാക്കേണ്ടതാണ്. ഈ ഓഡിയോ ക്ലിപ്പുകൾ എത്തിക്കേണ്ടവരിലേക്ക് എത്തിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അറിയാമായിരുന്നിരിക്കാം, ഞാനിവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല, എന്നെ മരണം കൊണ്ടുപോകുന്നു. നമുക്ക് രക്ഷപ്പെടുത്തുവാനുള്ള ഇടങ്ങളല്ലേ ആശുപത്രികൾ. പക്ഷേ അവിടെ കൊലപാതകികൾ, ഈ ഡോക്ടർമാർ ആരാച്ചർമാരാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. ഇത്രയും ഗതികെട്ടു പോയോ കേരളം? കേരളം ഇത്രയും ഗതികെടും എന്നാരും കരുതിയിരുന്നില്ല. അത് ഒന്നാം ഭരണത്തിൽ ഇത്രയും ഗതികെട്ടില്ല. തുടർ ഭരണവും രണ്ടാം ഭരണവും കൂടി വന്നപ്പോഴത്തേക്ക് ആരോഗ്യമേഖലയാണ് ഒരു പക്ഷേ ഇന്ന് ഏറ്റവും വിമർശനം നേരിടുന്ന ഒരു മേഖല. ഒരു കാലഘട്ടത്തിൽ കേരളം ആരോഗ്യ രംഗത്തായിരുന്നു നമ്പർ 1. അത് ഈ ഗവൺമെൻറ് പറയുന്ന നമ്പർ 1 അല്ല. രാജഭരണകാലം തൊട്ട് കേരളം ആരോഗ്യ രംഗത്ത്, ആതുര ചികിത്സാ രംഗത്ത് നമ്പർ 1 ആണ്. അതിന് കാരണവുമുണ്ട്. ഇപ്പം അവിട്ടം തിരുനാൾ എന്ന് പറയുന്ന ആ രാജകുമാരൻ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടതിൻ്റെ വേദന മനസ്സിലാക്കിയിട്ട് ഒരു രാജാവ് ചെയ്തത് രാജകുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലല്ല, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒരു ആശുപത്രി നൽകി. അതിൻ്റെ പേരാണ് SIT, ശ്രീ അവിട്ടം തിരുനാൾ. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന, പാവപ്പെട്ടവരുടെ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ഒരു ആശുപത്രിയാണ് SIT. അതേപോലെ SUT, ശ്രീ ഉത്രാടം തിരുനാൾ. അതേപോലെ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ശ്രീ ചിത്തിര തിരുനാൾ മെഡിക്കൽ സയൻസസ്, ബ്രെയിനിൻ്റെയും ഹാർട്ടിൻ്റെയും ഒക്കെ ഏറ്റവും നല്ല ആശുപത്രി. അപ്പം നോക്കൂ, രാജഭരണകാലം മുതൽ അക്കാര്യത്തിൽ കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പേ തിരുവിതാംകൂറായി കിടക്കുമ്പോൾ പോലും നമ്പർ 1 ആണ്. ആ നമ്പർ 1 സ്ഥലത്താണ് ഇപ്പോൾ വീണ ജോർജ് എന്ന ഒരു മന്ത്രി വന്നിട്ട് അവരുടെ ആ സംസാരവും തള്ളലും, ആ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, തള്ളലും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു 4.5 വർഷത്തെ ഭരണ നേട്ടമായിട്ടാണ് ഈ കേരളം നമ്പർ 1 ആയതെന്നൊക്കെ പറയുന്നതും, ആശുപത്രിയിൽ രോഗികൾക്ക് കൊടുക്കാൻ ക്യാപ്സ്യൂൾ ഇല്ലെങ്കിലും AKG സെൻ്ററിൽ നിന്ന് ടൺ കണക്കിന് പോകുന്ന ക്യാപ്സൂളുകൾ കഴിക്കുന്ന അന്തം കമ്മികൾ നടത്തുന്ന ഈ തള്ളും കൂടെ കാണുന്ന അക്കാര്യത്തിൽ ആരോഗ്യരംഗം നമ്പർ 1 തന്നെയാണ്. ഇപ്പോൾ ശ്രീ വേണുവിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ അറിഞ്ഞത്, വേണുവിൻ്റെ ഭാര്യ പറഞ്ഞതാണ്, വളരെ അത്യാസന്ന നിലയിലായപ്പോൾ ICUവിൽ ചെന്ന് തട്ടി അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ അവസാനം ഗതികെട്ട് വന്ന് ഇവരെടുക്കുക 2-3 ഗുളികകൾ കുറിച്ച് കൊടുക്കുക. ആ ഓരോ ഗുളിക കുറിക്കാൻ പറയുമ്പോഴും നഴ്സ് പറയാണ്, ഡോക്ടർ അത് ഇല്ല. ഒന്നേ പറയാ, ഡോളോ 650 അതില്ല, ഡോളോ 500 അതുമില്ല. നോക്കൂ, ഇതൊക്കെ എല്ലാ ആശുപത്രിയിലും വളരെ വില കുറഞ്ഞതാണ് ഈ ഡോളോ എന്നൊക്കെ പറയുന്നത്. അതുപോലും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ, ഡോക്ടർ അത് ഞാൻ കഴിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ മരുന്നുണ്ടെന്ന് പറഞ്ഞ് ആ ഗുളിക കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ച് അദ്ദേഹത്തിന് കൊടുത്തു. ശനിയാഴ്ച 1-ാം തീയതിയാണ് അദ്ദേഹം ചവറയിലാണ് ആദ്യം ചെന്നത്. ചവറ വന്മനയിലാണല്ലോ അദ്ദേഹം ഓട്ടോ ഡ്രൈവർ വേണു, 49കാരൻ. അവിടെ ചെന്നപ്പോൾ അവർ വേഗം, അവിടെ ചികിത്സയല്ല ചെയ്തത്, നോക്കിയിട്ട് ഉടൻ തന്നെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുക. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വന്ന് അവരും നോക്കിയിട്ട് അഡ്മിറ്റ് ചെയ്യുകയല്ല, ചികിത്സയല്ല, വളരെ വേഗത്തിൽ, ഏറ്റവും വേഗം ആൻജിയോഗ്രാം എടുക്കണം, ആൻജിയോപ്ലാസ്റ്റി വേണം, അതല്ലെങ്കിൽ ആൻജിയോഗ്രാം ആദ്യം ചെയ്യണം. അതിന് നിങ്ങൾ ഏറ്റവും വേഗം വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലേക്ക് വിട്ട്, അവിടുത്തെ ആംബുലൻസിന് താമസം ഉണ്ടായിട്ട് ചവറയിൽ നിന്ന് ആംബുലൻസ് വിളിച്ചു വരുത്തി ആ ആംബുലൻസിലാണ് 1-ാം തീയതി ഇവിടെ എത്തുന്നത്. ഇവിടെ ആദ്യം വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അടുത്ത വാർഡിലേക്ക്, 27-ാം നമ്പർ വാർഡിലേക്ക് കൊണ്ടുവരുന്നു. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് അദ്ദേഹം കിടന്നത് തറയിലാണ്.
അതിമനോഹരമായ കെട്ടിടങ്ങൾ. ഇതൊക്കെ കണ്ടിട്ട് ബെൻസ് കാറുള്ളവർ പോലും ഇപ്പോൾ ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിലാണ് ചികിത്സയ്ക്ക് വരുന്നതെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് സ്വന്തമായി ബെൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കുക അദ്ദേഹം ഇവിടെ ചികിത്സിക്കാതെ അമേരിക്കയിൽ പോകുന്നു. അങ്ങനെ തള്ളുന്ന നമ്മുടെ നാട്ടിൽ ആ വ്യക്തിയെ തറയിൽ കിടത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ അനുസരിച്ച് ഈ ഡോക്ടർമാർ ഒന്നിച്ചിരുന്നപ്പോൾ പറഞ്ഞു, നമുക്ക് വെനസ്ഡേ ഓർ ഫ്രൈഡേ നമുക്ക് ആൻജിയോഗ്രാം ചെയ്യാം. അങ്ങനെ അവസാനം ബുധനാഴ്ച അദ്ദേഹത്തിന് ആൻജിയോഗ്രാം ചെയ്യാമെന്ന് ഡോക്ടർ തന്നെ നേരിട്ട് പറയുന്നു. ബുധനാഴ്ച രാവിലെ അറ്റൻഡർ വന്ന് ആൻജിയോഗ്രാമിനുള്ള ആളുകളുടെ പേര് വായിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരില്ല. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നു, എൻ്റെ പേരെന്തുകൊണ്ട് വിളിച്ചില്ല? അപ്പോൾ അറ്റൻഡർ പറഞ്ഞു, എനിക്കറിയില്ല. ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ബുധനാഴ്ച കുറേ പേരുടെ ആൻജിയോഗ്രാം നിശ്ചയിച്ചിട്ടുണ്ട്, അതിലാരെങ്കിലും വന്നില്ലെങ്കിൽ നമ്മൾക്ക് ഇയാളെ ആൻജിയോഗ്രാം ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചതെന്ന്. നോക്കൂ, ഏറ്റവും വേഗത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റില്ല. ഈ റെയിൽവേയിലൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. ക്യാൻസൽ ആയാൽ കൺഫേം ആവും. അതിനെ നമ്മൾ റിസർവേഷൻ എഗൻസ്റ്റ് ക്യാൻസലേഷൻ, RAC എന്ന് പറയും. അപ്പം നമുക്ക് വേണമെങ്കിൽ വേറൊരു അർത്ഥത്തിൽ കേരളത്തിൽ പുതിയ ഒരു നമ്പർ 1 ആകാം. അതായത് പേഷ്യൻറ്റിനോട് പറയും ഇത്രാം തീയതി ഓപ്പറേഷനാണ്, പക്ഷേ നിങ്ങൾ AAC അതെന്താ? ആൻജിയോഗ്രാം എഗൻസ്റ്റ് ക്യാൻസലേഷൻ. ഒരാൾ ആൻജിയോഗ്രാമിന് വന്നില്ലെങ്കിൽ നിങ്ങളെ ചെയ്യും. അങ്ങനെ ഒരു പുതിയ പദ്ധതിക്ക് വേണമെങ്കിൽ ആരോഗ്യ മേഖല കേരളം തുടക്കമിട്ട് മാതൃക കാട്ടിക്കൊടുക്കാം. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇദ്ദേഹത്തിന് ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞ ദിവസം ഈ കാരണം പറഞ്ഞാണ് അത് നിഷേധിച്ചത്. എന്തായാലും മരിക്കുന്നതിന് 2 ദിവസം മുമ്പേ അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദ സന്ദേശം, ഞാനും അത് ഓഡിയോ ക്ലിപ്പ് കേട്ടു. അപ്പോൾ വളരെ ദുഃഖകരമായിട്ട് തോന്നി. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ശബ്ദം പതർച്ചയൊന്നുമില്ല. ഇല്ല. അത് നല്ല ഒരു പൂർണ്ണ ആരോഗ്യവാനായ ഒരാളുടെ സംസാരം പോലെ നല്ല അർത്ഥവത്തായ വാക്കുകളും വരികളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മളത് ശ്രദ്ധിച്ചത്. ഞാൻ ഇത്ര ദിവസമായി ഇവിടെ മുഴുവൻ കൈക്കൂലിയാണ്, എന്തെങ്കിലും ഒരു കാര്യം അറിയാം, യൂണിഫോം ഇട്ട അത് നോക്കൂ, ആ യൂണിഫോം എന്നേ പറഞ്ഞോളൂ. ആ യൂണിഫോമിൽ എല്ലാ നഴ്സുമാർ വരാം, ഡോക്ടർമാർ വരാം, അറ്റൻഡർമാർ വരാം, സെക്യൂരിറ്റിക്കാർ വരാം, എല്ലാവരും വരാം. യൂണിഫോം ഇട്ടവരെടുക്കെ എന്തെങ്കിലും ഒരു വിവരം അറിയാൻ ചോദിച്ചാൽ ഒരു നായ നോക്കുന്നത് പോലെ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാൽ പിന്നീട് കുറേ സമയം കഴിഞ്ഞെങ്കിലും മറുപടി. അപ്പോൾ ചിലപ്പം പറയാൻ പറ്റാതെ ധൃതിയാണെങ്കിൽ പിന്നെയെങ്കിലും ഒന്നും പറയുന്നില്ല. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നത് എന്താണ്? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് പുറം ലോകം അറിയണം. കൈക്കൂലി കിട്ടാത്തത് കൊണ്ടാണോ എന്നോട് ഇങ്ങനെ ഉദാസീനത കാണിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. എത്ര മാന്യനാണെന്ന് നോക്കുക. ഒറ്റയടിക്ക് അടച്ചങ്ങ് ആക്ഷേപിക്കുകയല്ല, ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത്രമാത്രം എന്നെ അവഗണിക്കുന്നു. ഞാൻ അടിവില്ലിൽ അടിപ്പെട്ട അവസ്ഥയാണ്. ഇങ്ങനത്തെ വാക്കുകളാണ്. അക്ഷരാർത്ഥത്തിൽ അടിവില്ലിൽ തന്നെയാണ് അടിപ്പെട്ടത്. അപ്പം നോക്കൂ, ഓരോരുത്തരും ഓരോരുത്തേക്ക് റെഫർ ചെയ്ത് അങ്ങ് വിട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പിന്നെ എങ്ങോട്ടും റെഫർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് റഫറൻസ് ഒന്നുമില്ലാതെ അവസാനം അദ്ദേഹം മോർച്ചറിയിലേക്ക് മാറ്റപ്പെട്ടു. ആരോഗ്യ മേഖലയിൽ കേരളത്തിൽ ഇത് ലജ്ജിപ്പിക്കുന്ന, നാണം കെട്ട, ഒരിക്കലും പൊറുക്കാനാവാത്ത ഒരു തെറ്റല്ലേ. ഈ ശബ്ദ സന്ദേശം 2 ദിവസം മുമ്പേ പ്രചരിച്ചില്ലായിരുന്നു എങ്കിൽ ഇങ്ങനെ മരണപ്പെട്ടതിന് ശേഷം ഈ ഭാര്യ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പലപ്പോഴും നമ്മൾ പറയും മരിച്ചു കഴിയുമ്പോൾ അവർ ഈ രീതിയിൽ പറയുന്നതാണ്. അതെ, ഇവിടെ പിന്നീട് ഡോക്ടറും സൂപ്രണ്ടും ഒക്കെ പറഞ്ഞത് എന്താ? അദ്ദേഹം ആൻജിയോഗ്രാം ചെയ്യാവുന്ന ആരോഗ്യാവസ്ഥയിലല്ലായിരുന്നു. ഹൃദ്രോഗം വന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ വിവരം മരിക്കുന്നതിന് മുമ്പ് ആ ആളിനോട് പറഞ്ഞുകൂടായിരുന്നു. ഇപ്പോൾ ആ ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് എന്ന് ആ ആൾ പോലും അറിഞ്ഞിട്ടില്ലല്ലോ. ഇനി നമ്മൾ ഏത് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാലും എമർജൻസി ഓപ്പറേഷൻ ആണെങ്കിലും അല്ലാത്ത ഓപ്പറേഷൻ ആണെങ്കിലും ഒരു സമ്മതപത്രം കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ജീവൻ നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ പരാതിപ്പെടില്ല. പരമാവധി വന്നാൽ ഒരു ഓപ്പറേഷനിൽ മരണമല്ലേ സംഭവിക്കും. ഇവിടെ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ മരിച്ചല്ലോ. ഇപ്പോൾ ഇത് മരണമല്ല, കൊലപാതകമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. മരണം മൊഴിയുണ്ട്. അതെ, ഈ ഡോക്ടർമാര് കൊലപാതകികളാകുന്ന തരത്തിലേക്ക്, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ആരാച്ചർമാരെ പോലെയാണ് ഇവന്മാരെത്തപ്പെടുന്നത്. ഇവന്മാർ മാത്രമല്ല, ഈ മെഡിക്കൽ കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞല്ലോ, ഇദ്ദേഹം വേണു സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയുന്നില്ല എന്നുള്ളത്. ഒന്നുകിൽ അവിടെ ഇരിക്കുന്ന ആ ഉദ്യോഗസ്ഥർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു തര
ഒന്നിനെക്കുറിച്ചും അറിയില്ല. അറിവില്ലായ്മ കൊണ്ട് മാത്രം ആരുടെയൊക്കെ ശുപാർശപ്പുറത്തോ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ പുറത്തൊക്കെ അവിടെ ജോലി നേടിയെത്തിയവരാണ്. ഇവർക്കൊന്നും ജനങ്ങളോട് സംവദിക്കാൻ പോലും അറിയില്ല, സംസാരിക്കാൻ അറിയില്ല, സംസാരിക്കാൻ ശ്രമിക്കാറില്ല. ഈ വരുന്നവരാരും ഈ പഠിച്ചിട്ട് വരുന്നവരില്ല, പാവങ്ങളാണ് അവിടെ എത്തുന്നത്. അവരെ ഒരു തരത്തിലും ശുശ്രൂഷിക്കുവാൻ തയ്യാറാകാത്ത ഒരു വല്ലാത്ത വിഭാഗം. അവിടെ ഈ പറയുന്ന പോലെ മെഡിക്കൽ കോളേജ് കൂടി ആയതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അവരുടെ ഒരു തള്ളിച്ചയാണുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഈ വരുന്ന ഇത്തരത്തിലുള്ള കാർഡിയാക് അറസ്റ്റുമായിട്ട് എത്തപ്പെടുന്നവരെ ചികിത്സിക്കുവാൻ ഈ വിദ്യാർത്ഥികൾ പോരാ. അവിടെ അതിന് അത്രത്തോളം നൈപുണ്യമുള്ള പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരാണ് തന്നെ. പക്ഷെ അവരാരും കാണാറില്ലല്ലോ. അവർ ഈ രാവിലെ ഒരു 10 മണിക്ക് ഓഫീസിൽ വന്നാൽ വൈകുന്നേരം 5 മണിക്ക് മടങ്ങിപ്പോകുന്നവരാണ്. ഡോക്ടർമാരാണെങ്കിൽ കൂടിയും സമയവും കാര്യവും നോക്കി മാത്രം ചെയ്യുന്നവർ. അപ്പോൾ അത് ഈ വിദ്യാർത്ഥികളിലേക്ക് കൊടുക്കുന്നു അവിടുത്തെ ഡ്യൂട്ടി എന്ന് പറയപ്പെടുന്നത്. മാത്രമല്ല അവിടെയുള്ള ഒരാൾക്ക് പോലും ഈ സാധാരണക്കാരനെ സഹായിക്കുവാനുള്ള ഒരു മനസ്സുമില്ല. അവിടുത്തെ സെക്യൂരിറ്റി അടക്കം ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുന്നവരാണ്. ഈ പറയുന്ന നഴ്സുമാരാണെങ്കിൽ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചതാണ്. റിസപ്ഷൻ കൗണ്ടറിൽ ഇരിക്കുന്ന ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നവരടക്കമുള്ളവർ കാണിക്കുന്ന കുൽസിത പ്രവർത്തികൾ അത് രാത്രി കാലങ്ങളിൽ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇങ്ങനെ ഡോക്ടർമാർ ഇത്തരത്തിൽ ഡോക്ടർമാരും ഡോക്ടറാകാൻ വേണ്ടി ശ്രമിക്കുന്ന വിദ്യാർത്ഥികളും ഇവരുടെയൊക്കെ അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടും കേട്ടും അവിടെ എത്തുന്ന സാധാരണക്കാരൻ മടുത്തു പോകുന്ന ഒരവസ്ഥയാണ് മെഡിക്കൽ കോളേജിലുള്ളത്. അവിടെയാണ് ജീവന് പുല്ലുവില കൽപ്പിക്കുകയാണ്. ഈ കാർഡിയാക് അറസ്റ്റൊക്കെ ആൾ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ മുറിവ് പറ്റി വരുന്നതിൻ്റെ ലാഘവത്തോടു കൂടിയാണ് ഇതിനെയൊക്കെ കാണുന്നത്. അതുകൊണ്ടാണ് വേണുവിൻ്റെ ജീവൻ പോയത്. കാരണം 5 ദിവസമാണ് വേണു ഈ ആൻജിയോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. അതിന് മുൻപേ നടത്തിയിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഇത്രത്തോളം അധപ്പതിച്ചത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഈ ഒരു തരത്തിലേക്ക്, അതായത് മെഡിക്കൽ കോളേജ് എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ് ആശുപത്രികൾ എന്ന് പറയപ്പെടുന്നത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലേ അല്ല, ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേക്കൂത്താണ് അവിടെ നടക്കുന്നത്. ഇവിടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്നുകൊണ്ടുകൂടി ഈ വിഷയത്തെ നമുക്ക് കാണേണ്ടതായിട്ട് വരും. ഇപ്പൊ കേരളത്തിലെ ഒരു സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ, ആരോഗ്യ രംഗത്ത് നമ്പർ 1 ആണെന്ന് ഒക്കെ പറഞ്ഞാലും ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് കേരളത്തിലാണ്. എല്ലാം രോഗികളാണ്. അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെയുള്ള മെഡിക്കൽ കോളേജുകൾ ഏത് ചെറിയ അസുഖത്തിനും വരാവുന്ന ഒരു ആശുപത്രിയല്ല, റഫറൽ ആശുപത്രിയാണ്. വക്കം പുരുഷോത്തമൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോഴാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. മറ്റേത് മൂക്കിപ്പനി വന്നാലും നേരെ പോകുന്നത് ഈ ആശുപത്രിയില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? പണമുള്ളവനും സ്വാധീനമുള്ളവനും മൂക്കിപ്പനിക്ക് ഇവിടെ വരും. ഇതേപോലെ വേണുവിനെ പോലെ ആൻജിയോഗ്രാമുമായിട്ട് വരുന്നവൻ വെളിയിലുമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി അന്നെടുത്ത ഒരു സംവിധാനമാണ് റഫറൽ. ജനറൽ ആശുപത്രിയുണ്ട്, ചെറിയ അസുഖങ്ങൾക്ക് അങ്ങോട്ട് പോകാം. മറ്റൊന്ന് നോക്കൂ, തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് ഈ മെഡിക്കൽ കോളേജിനെ താങ്ങാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ രണ്ടാമതൊരു മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടു ജനറൽ ആശുപത്രിയിൽ. ഓർമ്മയുണ്ടോ? ഉണ്ട്. ഇന്ദിരാഗാന്ധി ബ്ലോക്ക് എന്ന് പറഞ്ഞ ആ കെട്ടിടമൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്തേ അത് പ്രവർത്തിപ്പിക്കാത്തത്? ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് പരിഹരിച്ചുകൂടെ? അപ്പോൾ സമൂഹത്തോട് രാജാവിനുണ്ടായിരുന്നത് പോലെ ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾക്കും അന്നുണ്ടായിരുന്ന പോലെയുള്ളവരുടെ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് പറ്റും. ഇനി രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മൾ ബിന്ദു എന്ന കോട്ടയത്തെ മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ച സമയത്ത് എല്ലാ മാധ്യമങ്ങളും മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ കാണിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇടനാഴിയിൽ കിടക്കുന്ന രോഗിയെ ഡോക്ടർ കുത്തിയിരുന്ന് സ്റ്റെതസ്കോപ്പ് വെച്ച് തറയിൽ കുത്തിയിരുന്ന് നോക്കുന്നു. ഒരു നേഴ്സ് ട്രിപ്പ് ഇടുന്നത് തറയിൽ കുത്തിയിരുന്നുകൊണ്ട് കൂട്ടിന് വന്ന ആള് ഇത് പൊക്കി പിടിച്ചിരിക്കുന്നു. എന്താ ഇത്? അപ്പൊ ഒന്നുകിൽ രോഗികളുടെ എണ്ണത്തിനനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ ഡോക്ടർമാർ സമരത്തില, സീനിയർ ഡോക്ടർമാർ അവരുടെ ശമ്പള പരിഷ്കരണം, അവരുടെ DA, അവരുടെ ആനുകൂല്യങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല. അവിടെ ഒരു കാര്യം നമ്മൾ നോക്കണം. ഈ മെഡിക്കൽ കോളേജിൽ വരുന്ന ഡോക്ടർമാരിൽ പ്രഗത്ഭരായ, തുടക്കത്തിൽ വരുന്നവരല്ല, അതിപ്രഗത്ഭരായ സീനിയേഴ്സിനെയൊക്കെ നമ്മുടെ സ്പെഷ്യലിസ്റ്റ്, സൂപ്പർ സ്പെഷ്യാലിറ്റി പുറത്തുള്ള ആശുപത്രിക്കാർ റാഞ്ചിക്കൊണ്ടുപോകാൻ കാത്തിരിക്കുക. അപ്പൊ അങ്ങനെ പോവാത്ത ഹാരിസ് ചിറക്കലിനെ പോലെയുള്ള ധാരാളം ഡോക്ടർമാരുണ്ട്. പക്ഷേ ഡോക്ടർ ഉണ്ടായാൽ മതിയോ? ഇതിനുള്ള സംവിധാനം വേണ്ടേ? അല്ലാതെ റിസർവേഷൻ എഗൻസ്റ്റ് ക്യാൻസലേഷൻ ഉള്ള സംവിധാനത്തിൽ വന്നാൽ ഈ പാവം ഡോക്ടർമാര് ഇനി വേറെ ചില ഡോക്ടർമാരുടെ അവസ്ഥ എന്താ? ഇവിടെ ആകപ്പാട് മെഡിക്കൽ സർജറിക്കുള്ള ഉപകരണങ്ങൾ കൊടുക്കാത്തതും ഉള്ളത് എടുത്തോണ്ട് പോകുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണ്. കോഴിക്കോട്ട് ഒരു രോഗിയുടെ ഉള്ള കത്രികയും കൂടെ ഒരു രോഗിയുടെ വയറ്റിനകത്ത് വെച്ച് 7 കൊല്ലമായി ഇതുവരെ അത് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മറ്റൊരു സുമയ്യ എന്ന് പറയുന്ന
ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഗൈഡ് വയർ അത് തിരിച്ചെടുക്കാൻ മറന്നുപോയി. ഇപ്പൊ രണ്ടാമത് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അപ്പൊ ഒരിടത്തുകൂടി അനാസ്ഥ. പിന്നെ ഒരു കുഞ്ഞിനെ നമ്മൾ സത്യത്തിൽ കരഞ്ഞുപോയി അത് കണ്ടപ്പോഴത്തേക്ക്. എന്തോ ഒരു അപകടം പറ്റി മറിഞ്ഞു വീണ് ആശുപത്രിയിൽ കൊണ്ടുവന്ന് അത് പിറ്റേ ദിവസം അത് ചോദിക്കുകയാണ്, അമ്മേ എൻ്റെ കൈ അങ്ങോട്ട് പോയി, കൈ മുറിച്ചു മാറ്റി. അത് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സ് മരവിക്കുന്നില്ലേ? ഏറ്റവും അവസാനം ഇന്നലെ ഒരെണ്ണം കേട്ടിട്ട് ചിരി വന്നുപോയി. ഈർക്കിൽ കൊണ്ട് ഒരാള് അത് എടുക്കാനായിട്ട് വന്ന് പ്രഗത്ഭനായ ഡോക്ടർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അത് എടുത്തെന്നും പറഞ്ഞൊക്കെ വിട്ടു മറ്റേ ആള് വന്ന് ഞെക്കിയപ്പം ഇയാള് എടുക്കേണ്ട അടുത്തല്ല, വേറെ എവിടെയോ. പിന്നെ രണ്ടാമത് കൊണ്ടുപോയി. നിസാരമായ ഒരു ഈർക്കിൽ കയറിയത് പോലും നാണക്കേടല്ലേ? ഈ കേരളമാണോ നമ്പർ 1? ഒരു കാര്യം ഞാൻ പറയാം, ആരോഗ്യ രംഗത്ത് കെടുകാര്യസ്ഥതയ്ക്ക് നമ്പർ 1 ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരളമാണ് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് പറയാവുന്ന അവസ്ഥയിൽ ചെന്നെത്തി നിൽക്കുകയാണ്. ഇത് മാറേണ്ടതാണ്. ഇനി ഇത്തരത്തിലുള്ള വേണുമാർ ഉണ്ടാകരുത്. അടിയന്തരമായി അറ്റൻഡ് ചെയ്യുക. മരണം സ്വാഭാവികം. ഇതിപ്പോൾ ചികിത്സ കിട്ടാതെ മരിച്ചു, അനാസ്ഥ, കൊലപാതകം, ആ മരണമൊഴിയിൽ കേസെടുക്കാം. അത് തന്നെയാണ്, കൊന്നത് ഡോക്ടർമാർ തന്നെയാണ് എന്ന് കേസെടുക്കാം. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിക്കും. അതായത് ഈ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ കഴിയാത്ത സർക്കാരുകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് ആദ്യകാലം, അത് UDF-ന്റെ ആണെങ്കിലും LDF-ന്റെ ആണെങ്കിലും ആരുടെ ഗവൺമെന്റ് ആണെങ്കിലും ആ കാലങ്ങളിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്തണം. പണിയെടുത്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ, വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ അപ്പം സസ്പെൻഡ് ചെയ്യണം, വിട്ടേക്കരുത്. അത് ചെയ്യാൻ കഴിയാതെ യൂണിയനുകൾക്ക് അടിയറവ് വയ്ക്കുന്നതാണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള അടിസ്ഥാന കാര്യം എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? 2 കാര്യങ്ങൾ കൂടി അവിടെ വേണ്ടി വരും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച വന്നാൽ വീഴ്ചയ്ക്ക് ആനുപാതികമായി അതിന് ഉത്തരവാദികളുടെ പുറത്ത് കർശന നടപടി എടുക്കണം. ഒരു സംശയമില്ല. കാരണം ജീവൻ വെച്ചാണ്, ജീവനിലാണ്. 2, ഈ മേഖലയിലേക്ക് വരുന്നവരെ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് വെറും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു എൻട്രൻസ് എക്സാമാണ്. ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ജോലി കിട്ടിയാൽ അവർ ഡോക്ടറാവുക. ഇപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്, ആർക്ക് വേണേലും ഡോക്ടറാവാം. ചൈനയിൽ വരെ പോയി പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഒരു ടെസ്റ്റ് കൂടെ പാസ്സായാൽ മതി. അവിടെ ഈ മേഖലയിലേക്കുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണോ എന്നുള്ളതും കൂടി നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഡോക്ടറാവാൻ വരുന്നെങ്കിൽ ആദ്യത്തെ വർഷം പഠിക്കണ്ട, ആദ്യത്തെ വർഷം ആശുപത്രിയിൽ തറ തുടയ്ക്കാനൊക്കെയാണ് ഏൽപ്പിക്കുന്നത്. അതിനോട് ആത്മാർത്ഥത പുലർത്തുന്നു, അതിൽ ഫിറ്റാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്തത് അറ്റൻഡർമാരുടെ ജോലിയാണ്. ഇങ്ങനെ 2-3 കൊല്ലം കഴിഞ്ഞിട്ടേ മെഡിസിനിലേക്ക് വിടും. അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഡോക്ടറായി കഴിയുമ്പോൾ കത്തി എടുത്തു കൊടുക്കാൻ ആൾ വേണ്ട, തന്നെ എടുക്കും. കാരണം അവിടെ ഈഗോ ഇല്ല. അതെ, ഇവിടെ ഇപ്പോൾ കത്തി എടുത്ത് കൊടുക്കാനുള്ള ആളില്ലെന്നുണ്ടെങ്കിൽ കത്തി എടുത്ത് തരാൻ ആളില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ രോഗി മരിക്കും. ചോദിച്ചാൽ പറയും കത്തി എടുത്ത് തരേണ്ടുന്ന ആൾ ലീവായി പോയതാണ്. ഇതൊക്കെ കേരളത്തിലേ നടക്കൂ. വേറെ വല്ല രാജ്യങ്ങളിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ശിക്ഷയുണ്ടാകും. അപ്പോൾ ഗൗരവം വേണം, അത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാകണം, ആളുകളുടെ മനോഭാവത്തിന് മാറ്റം വരണം, എല്ലാം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇനിയെങ്കിലും മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും ഈ ക്യാപ്സ്യൂൾ ഉപയോഗിക്കുന്ന അന്തം കമ്മികളും ഇനി തള്ളരുത്. ഒരൊറ്റ വേണുമാരും ഇത്തരത്തിൽ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും.